ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാളെയാണ് നമ്മുടെ താലിമാറ്റൽ ചടങ്ങ് ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് മഹിമയും മഹിമയുടെ ഭർത്താവും കൂടി ഹോളൊക്കെ ഇങ്ങനെ എല്ലാം സെറ്റായോന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഓടി നടക്കുന്നവരെയാണ് കാണിക്കുന്നത്. നല്ല വലിയ ഹോളാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത് ഈ താലിമാറ്റൽ ചടങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരെയും വരവേൽക്കാൻ വേണ്ടി ഇവർ മുമ്പിൽ പോയി നിന്നിട്ടുണ്ട്. എല്ലാവരെയും സ്വാഗതമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താടി അവരിപ്പോഴും ഇറങ്ങിയില്ലെന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയും, വിളിച്ചപ്പോൾ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്, ഇപ്പോൾ എത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാറിൽ വന്ന് ഇറങ്ങുകയാണ് എല്ലാവരും കൂടി. ചന്ദ്രയും ചന്ദ്രയുടെ ഫാമിലി മൊത്തം ഉണ്ട്, ഭാമയും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി കാറിൽ വന്ന് ഇറങ്ങിയിട്ട് ചന്ദ്ര ഹോള് കാണുമ്പോൾ ഞെട്ടിപ്പോകുകയും, എന്ത് വലിയ ഹോളാണ് ബുക്ക് ചെയ്തേക്കുന്നത്, ശ്രുതിയുടെ അച്ഛൻ വരുമ്പോൾ ഞെട്ടിപ്പോവും ഇത്രയും വലിയ ഹോളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത് കാണുമ്പോഴെന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ മുഖമൊക്കെ മാറുവേ. കാരണം ശ്രുതിയുടെ അച്ഛനൊന്നും വരാൻ പോകുന്നില്ലല്ലോ. ഏതായാലും ഹോള് കണ്ട് കണ്ണ് തള്ളിയിരിക്കുവാണ് ചന്ദ്ര. സച്ചിയും രേവതിയും ഇറങ്ങുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ മിണ്ടരുത്, ഞാൻ പിന്നെയും പറയുവാണ്, പരിപാടി തീരുന്നത് വരെ ആ വായ പൂട്ടി വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ വരുമ്പോഴേക്കും നമ്മുടെ മഹിമയുടെ ഭർത്താവും കൂടി നല്ലോണം സ്വാഗതം ചെയ്യുന്നുണ്ട്. വർഷയും ശ്രീകാന്തിനെയൊക്കെ കെട്ടിപ്പിടിച്ച് മോളേന്നൊക്കെ വിളിച്ച് ഭയങ്കര സ്നേഹത്തോടെയാണ് അവർ എതിരേൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് വർഷയുടെ അച്ഛനോട്, ഒരുപാട് നന്ദിയുണ്ട്, ശ്രുതിയുടെ ചടങ്ങും കൂടി ഇതിൽ വെച്ച് നടക്കാൻ വേണ്ടി തീരുമാനിച്ചതിൽ. അപ്പോൾ അവർ പറയും, അതിനിപ്പോൾ എന്താ കുഴപ്പം, അതൊക്കെ നമുക്കൊരു കുഴപ്പവും ഇല്ല, ശ്രുതിയുടെ ചടങ്ങ് ഇതിൻ്റെ ഒപ്പം തന്നെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ അവരെയൊക്കെ സ്വാഗതം ചെയ്യുവേ. അതേസമയം നമ്മുടെ രവീന്ദ്രനെ ഇത്തിരി ദേഷ്യത്തോടെയാണ് കേട്ടോ വർഷയുടെ അച്ഛൻ സ്വാഗതം ചെയ്യുന്നത്. അകത്തോട്ട് കയറി വാ എന്നൊക്കെ ഇങ്ങനെ ഇത്തിരി ഗൗരവത്തിൽ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുവേ. അപ്പോൾ പറയും, അല്ല വാ അകത്തോട്ട് വാ രവീന്ദ്ര എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ പിന്നെ വിളിക്കും. ആദ്യം ദേഷ്യത്തിലാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴേക്കും പിന്നെ സ്നേഹത്തോടെ വിളിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സച്ചിയും രേവതിയും വരുന്നത്. സച്ചിയും രേവതിയും കാണുമ്പോഴേക്കും ഇവർക്ക് ദേഷ്യം വരുവേ. സച്ചി ഇങ്ങനെ നല്ല ഗൗരവത്തിൽ സ്റ്റെപ്പൊക്കെ കയറി വന്ന് ഒറ്റ കൈകൂപ്പോഴേക്കും ഇയാൾ പേടിച്ച് പോകുമ്പോൾ എല്ലാം തല്ലാനാണോ എന്ന് ഓർത്തിട്ട് അപ്പോൾ പറയും നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് സച്ചിയും രേവതിയും കൂടി. അപ്പോൾ എന്നിട്ട് വർഷയുടെ അമ്മ മുറിയൊക്കെ കാണിച്ചു കൊടുക്കും. ശ്രുതിയുടെ റെഡിയാവുന്ന മുറി അപ്പുറത്താണ്, വർഷയുടെ റെഡിയാവുന്ന മുറി ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൂടി നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. നല്ല കളർഫുൾ എപ്പിസോഡാണ്. എന്നിട്ട് മറ്റേ ശ്രുതിയുടെ ഫ്രണ്ടും അവിടെ ഉണ്ടാകുകയും മീരയുണ്ടാവും. മീരയോട് ശ്രുതി ചോദിക്കുന്നുണ്ട്, എല്ലാം റെഡിയല്ലേ, നമ്മുടെ പ്ലാനിങ് എല്ലാം റെഡിയല്ലേ, ചീറ്റി പോകില്ലല്ലോ. അപ്പോൾ മീര പറയും, ഇല്ല എല്ലാം റെഡിയാണ്, നീ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ചന്ദ്ര വർഷയും കൊടുത്ത് റെഡിയാവാൻ പറയും. എന്നിട്ട് ശ്രുതിയുടെ കൂടെ ചന്ദ്ര മുറിയിലോട്ടും പോവുകയും ചെയ്യും കേട്ടോ. വർഷ റെഡിയാവാൻ വേണ്ടി രേവതിയെയും വിളിക്കും കേട്ടോ. രേവതി ചേച്ചി വാ നമുക്ക് പോയി റെഡിയാവാന്നൊക്കെ പറയുമ്പോഴേക്കും വർഷയുടെ അമ്മ പറയും, എടി നിന്റെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ അവിടെ, അവരെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്, അവരവിടെ വല്ലയിടത്ത് ഇരിക്കട്ടെ, നീ പോയി ആ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർ സഹായിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് കേട്ടോ. ഇത് രേവതിക്ക് എന്തോ പോലെ തോന്നും മനസ്സിൽ. അപ്പോൾ രേവതി പറയും, വാ സച്ചി ഏട്ടാ നമുക്കിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പിലിരിക്കാൻ പോകുമ്പോഴേക്കും സച്ചി പറയും, നമ്മൾ മുമ്പിലല്ല ഇരിക്കേണ്ടത്, പുറകെ പോയിരിക്കാം എന്ന് ആക്ഷൻ കൊണ്ട് കാണിക്കുവാണ്. സച്ചിന് വാതുറക്കില്ലല്ലോ, ഫുൾ ആക്ഷനാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി പുറകെ പോയിരിക്കുവാണ്. അപ്പോൾ ശ്രീകാന്ത് വന്ന് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നത്, മുമ്പിൽ പോയിരിക്കുമെന്ന് പറയുമ്പോൾ ആക്ഷൻ പറഞ്ഞ് കാണിക്കും സച്ചി, പിന്നെയും ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം, മുമ്പിലോട്ടൊന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശ്രീകാന്ത് പോ റെഡി ആയിക്കോളും, നമ്മളിവിടെ ഇരിക്കാം, ആരെങ്കിലുമൊക്കെ പരിചയമുള്ളവർ വരുമ്പോൾ മിണ്ടാനും പറയാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ, ശ്രീകാന്ത് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ പറഞ്ഞു വിടുവാണ് കേട്ടോ. സച്ചിയാണെങ്കിൽ ഫുൾ ആക്ഷനാണ്. രേവതി ചോദിക്കുന്നുണ്ട്, എന്നോടും മിണ്ടില്ലേ സച്ചിയേട്ടൻ, അപ്പോൾ സച്ചി പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ്. രവീന്ദ്രൻ്റെ ഒരു സുഹൃത്തും വരുന്നുണ്ട് കേട്ടോ ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട്. രവീന്ദ്രൻ അയാളുടെ കൂടെയാണ് നടക്കുന്നതും ഇരിക്കുന്നതും എല്ലാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഫ്രണ്ടിൽ തന്നെ പോയിരിക്കും. ഫ്രണ്ടിലുള്ള കസേരയിൽ തന്നെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ വർഷയുടെ അച്ഛൻ ഒരാളെയും കൂട്ടി വരുവാണ്. എന്നിട്ട് പറയും, ദേ അതാണ് ഞാൻ പറഞ്ഞ ആള്, ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രവീന്ദ്രൻ്റെ അടുത്ത് പോയി കാലിൻ്റെ മേളിൽ കാല് കയറ്റിയിരിക്കുകയെ. എന്നിട്ട് അയാളുടെ കാലിലെ ഷൂസ് രവീന്ദ്രൻ്റെ മേത്ത് ഇങ്ങനെ മുട്ടിച്ചുകൊണ്ടിരിക്കും, ഒന്നും അറിയാത്ത പോലെ. വർഷയുടെ അച്ഛനാണെങ്കിൽ ഇതൊക്കെ കണ്ട് രസിക്കുവാണ്. രവീന്ദ്രൻ്റെ കാര്യം മനസ്സിലായി. രവീന്ദ്രൻ ഒന്നും മിണ്ടില്ല കേട്ടോ, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാണ്. വാ ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയിരിക്കാമെന്ന് പറഞ്ഞ് സുഹൃത്തിനെ വിളിച്ച് പോകുവാണ്. അപ്പോൾ സുഹൃത്ത് ചീത്ത പറയാൻ പോകുമ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നുണ്ട്, മിണ്ടണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, വർഷയുടെ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ, അവർ നമ്മളെ മനഃപൂർവ്വം അപമാനപ്പെടുത്താൻ വേണ്ടി തന്നെ ചെയ്യുവാണ്, നമുക്കൊന്നും മിണ്ടണ്ട, സച്ചി അറിഞ്ഞതിനെ ഇത് ഭയങ്കര പ്രശ്നമാവും, നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പോകുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും മീരയാണ്. ഭയങ്കര ടെൻഷനിലാണ് അവർ.
ശ്രുതി ഇങ്ങനെ റെഡിയാവാതെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീര പറയുന്നുണ്ട്, എടി നീ റെഡിയാവുക, ഫംഗ്ഷൻ തുടങ്ങാൻ സമയമായി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പിന്നെ അതാണല്ലോ ഇപ്പം മുഖ്യം. ആ രേവതിക്ക് നടത്തിയ പോലെ ചെറുതായിട്ട് വീടിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കേണ്ട പരിപാടിയാണ്. ഇപ്പോൾ വർഷയുടെ അച്ഛൻ കാരണം, വർഷ കാരണമൊക്കെ ഇതിപ്പോൾ ഇത്രയും വലിയ ഗ്രാൻഡായിട്ട് നടത്തുന്നത് കൊണ്ടല്ലേ എൻ്റെ അച്ഛനോട് വരാൻ വേണ്ടി പറഞ്ഞ് ഇങ്ങനെ ചന്ദ്രാൻറ്റി എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് FM റേഡിയോ പോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അച്ഛനെപ്പോൾ വരും, അച്ഛനെപ്പോൾ വരും എന്നൊക്കെ. ആ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ ചന്ദ്രാൻറ്റിക്ക് എന്ന് ശ്രുതി പറയുവാണ്. അപ്പം മീര പറയുന്നുണ്ട്, ഇങ്ങനെ നടത്തിയത് നന്നായി എന്ന് പറ, അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ശ്രുതിയുടെ അമ്മ വല്ലതും പറഞ്ഞിരുന്നെങ്കിലോ. ശ്രുതി, നിൻ്റെ അച്ഛൻ വന്നിട്ട് വർഷയുടെ അച്ഛൻ നടത്തിയ പോലെ ഗ്രാൻഡായിട്ട് വലിയ ഹോൾ എടുത്തിട്ട് നമുക്ക് താലിമാറ്റൽ ചടങ്ങ് നടത്താം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്താനേ? വലിയ ഹോൾ എടുക്കാൻ കാശ് വേണോ? അതും ഇല്ല, പിന്നെ എന്താ, അച്ഛനും ഇല്ല, നീ പൈസക്കൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഇതൊരു കണക്കിന് ലാഭമായില്ലേ എന്നൊക്കെ മീര പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര വന്ന് ഡോറിൽ മുട്ടുവാണ് കേട്ടോ. അപ്പം മീര പറയുന്നുണ്ട്, ദേ നിൻ്റെ FM റേഡിയോ വന്നിട്ടുണ്ടോ എന്ന് പറയും. ചന്ദ്ര ശ്രുതിയെ കാണുമ്പോൾ ഞെട്ടുവേ, ശ്രുതി നീ ഇതുവരെ റെഡി ആയില്ലേ? അവിടെ വർഷയുടെ പകുതി ഒരുങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു, ഇനി സാരി ഉടുത്താൽ മാത്രം മതി എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, സാരി ഉടുക്കാനല്ലേ സമയം വേണ്ടത്, ഇപ്പം സമയം ആയിക്കൊണ്ടിരിക്കും ചടങ്ങിനാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ആ സമയം ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, ശ്രുതിയുടെ അച്ഛൻ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ആൻറ്റി ഇറങ്ങിയിട്ടുണ്ട്, എയർപോർട്ട് പ്ലെയിനിലാണെന്ന് തോന്നുന്നു, വിളിച്ചിട്ട് കിട്ടുന്നൊന്നുമില്ല എന്ന് പറയും. ഇതെന്താ കുറേ നേരമായാലും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ ഫ്ലൈറ്റ് കയറി, ഫ്ലൈറ്റ് ഇറങ്ങി, അല്ലാതെ ഒരു തവണ പോലും നീ ഞങ്ങളെ കാണിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് ചന്ദ്ര പറയുവാണ്. അപ്പോൾ ഭാമ സമാധാനപ്പെടുത്തുന്നുണ്ട്, മലേഷ്യയിലെ അച്ഛനല്ലേ, വരട്ടെ, അവിടെയൊക്കെ പറയാൻ പറ്റില്ലല്ലോ, ഇവിടുത്തെ ബസ് തന്നെ ലേറ്റ് ആവുന്നു, അപ്പോൾ ഫ്ലൈറ്റിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, സ്വന്തം മോളെ കാണാതെ എന്ത് തിരക്കാ ശ്രുതി നിൻ്റെ അച്ഛനെന്ന് പറയുമ്പോഴേക്കും, പൈസയൊക്കെ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്, മോളുടെ കാര്യത്തിനല്ലേ ആദ്യം വരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, പൈസയുടെ കാര്യം പിന്നീടോ, പൈസയാണ് മുഖ്യം, പക്ഷെ എന്നാലും മോളുടെ കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങോട്ട് വരട്ടെ, എല്ലാം ഇന്ന് തന്നെ, എല്ലാ കാര്യത്തിനും ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കണം, സ്വർണവും പണവും എൻ്റെ ശ്രുതിക്കുമായിട്ട് കൊടുക്കാൻ വേണ്ടി പറയും ഞാൻ ഇന്ന് വരുമ്പോഴേക്കും, നീ ഒന്ന് വിളിച്ചേന്നൊക്കെ പറയുവാണ് ശ്രുതിയോട്. ശ്രുതി അപ്പം ഞെട്ടുവേ, ശ്രുതി മീരയെ ഞെട്ടും. ചന്ദ്ര പറയുവാണ്, ചന്ദ്രയുടെ മുമ്പിൽ തന്നെ വിളിക്കാൻ പറയുമ്പോഴേക്കും ശ്രുതി ഒന്ന് നെട്ടിട്ട് ഫോൺ എടുത്തിട്ട് ആരെയോ നമ്പർ കുത്തുന്ന പോലെ കാണിച്ചുമ്പോൾ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അത് ചന്ദ്രനെ കേൾപ്പിക്കും, കണ്ട് ആൻറ്റി നോട്ട് റീച്ചബിൾ ആണ്, ഇപ്പോഴും ഫ്ലൈറ്റിൽ തന്നെയാന്ന് തോന്നുന്നു, ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് സമാധാനവും. ഓ എന്ത് ചെയ്യാനാ, ഇനി എപ്പോൾ വരാനാ, അവരായിട്ട് നടത്തേണ്ട പരിപാടിയാണ് ഇത്, ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് ക്ഷണിച്ചിട്ട് പോലും വരുന്നില്ല, കല്യാണത്തിനോ വന്നില്ല, എന്തെങ്കിലും ആവട്ടെ, ശ്രുതി നീ എളുപ്പം റെഡി ആയിക്കേ, ഞങ്ങൾ ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ചന്ദ്ര പോകുവാണ്. എന്നിട്ട് മീര ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് പിന്നെ അവർ റെഡിയാവാൻ വേണ്ടി പോവുകയാണ്. മീരയും ശ്രുതിയും കൂടി സംസാരിക്കുകയാണ്. മീര പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാണല്ലോ, നിൻ്റെ ചന്ദ്രാൻ്റിയുടെ സ്വഭാവമൊക്കെ മാറി, അച്ഛൻ എപ്പോൾ വരും, അച്ഛനെ കാണണമെന്നുള്ള ഒറ്റ വാശിക്ക് നിൽക്കുവാന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ അടുത്തുള്ള സ്വഭാവ രീതിയൊക്കെ ആൻറ്റിയുടെ മാറി. ശ്രുതി എന്നിട്ട് മീരനോട് ചോദിക്കും, നമ്മുടെ പ്ലാനിങ് ഒക്കെ സെറ്റല്ലേ, അയാൾ വരൂലേ, നമ്മൾ പ്ലാൻ ചെയ്ത ആൾ, അയാൾ വന്ന് സച്ചിനെ കുടിപ്പിച്ചാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്ന് എനിക്ക് ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പം മീര പറയും, ആ വരും, നമ്മുടെ പ്ലാനിങ് അതേപോലെ തന്നെ നടക്കും, അയാളെ വന്ന് സച്ചിയെ കുടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, കുടിച്ചാൽ സച്ചിയുടെ സ്വഭാവം മാറും, അപ്പോഴേ സച്ചി ഇവിടെ പ്രശ്നം ഉണ്ടാക്കത്തുള്ളൂ, ഒരു പ്രാവശ്യം എന്നെ തല്ലിയത് തന്നെ ഈ കുടിച്ചിട്ട് തനി സ്വരൂപം മറന്നിട്ടാണ് എന്നെ തല്ലിയതെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ആ സച്ചി ഒന്ന് കുടിക്കട്ടെ, അപ്പോഴേക്കും ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ശ്രുതി സമാധാനിക്കുവാണ്. അയാൾ വരുമല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി കയറി വരുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നീ റെഡിയായില്ലേ? എൻ്റെ റെഡിയായി കഴിഞ്ഞു, എൻ്റെ പെർഫ്യൂം നിൻ്റെ ബാഗിലാണ്, അതെടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പെർഫ്യൂമൊക്കെ എടുത്ത് കൊടുക്കുവാണ് ശ്രുതിക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹിമയുടെ ഭർത്താവിനെയാണ്. വർഷയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താ മഹിമ നീ ഇത്ര ടെൻഷനിലിരിക്കുന്നത്? ഓ ഞാൻ ഏർപ്പാട് ചെയ്ത 2 പേരില്ലേ, അവർ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ പറയും, ഏത് 2 പേര്? അല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളുടെ ഫാമിലിയിലുള്ള ആ 2 ഇത്തിരി പ്രശ്നക്കാർ, അവർ 2 പേരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്, അവർ സച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സച്ചി അവരെ തല്ലും, അപ്പോൾ എനിക്കതും പറയാമല്ലോ, എൻ്റെ റിലേഷനിലുള്ള ഒരാളെ തല്ലി എന്ന് പറഞ്ഞ് എനിക്കതൊരു വലിയ പ്രശ്നമാക്കി മാറ്റിയിട്ട് വർഷം ഇവിടെ തന്നെ നിർത്താം, അതാണ് എൻ്റെ പ്ലാൻ എന്നൊക്കെ പറയുന്നുണ്ട് മഹിമ. അപ്പം പറയും, എന്നിട്ട് അവരെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, അവർ ഏതായാലും ഇപ്പം തന്നെ വരും, എൻ്റെ പ്ലാൻ നടക്കുക തന്നെ ചെയ്യും, സച്ചി ഇറിറ്റേറ്റായി അവനെ തല്ലുക തന്നെ ചെയ്യും എന്നൊക്കെ മഹിമ ഉറച്ച വിശ്വാസത്തിലിരിക്കുവാണ്. പിന്നെയും കാണിക്കുന്നത് രേവതിയും സച്ചിയാണ്. സച്ചി ഒന്നും മിണ്ടാതിരിക്കുവാണ്, ജ്യൂസ് കുടിക്കാൻ പോലും സച്ചി വാതുറക്കുന്നില്ല. അതുപോലെ
അതുപോലും വേണ്ടെന്നാണ് പറയുന്നത്. രേവതിക്ക് ഇതൊക്കെ കണ്ട് ചിരി വരുവാണ്. രേവതി എന്ത് ചെയ്യുമെന്നറിയോ, സച്ചിയുടെ കാലിനിട്ട് ഒറ്റ പിച്ച് പിച്ചു, നല്ല പിച്ച് പിച്ചു. സച്ചി എപ്പോഴും വാ തുറക്കില്ല, മൂളി ഇങ്ങനെ കരയും. രേവതി അത് കണ്ട് ചിരിക്കുവാണ്, എന്നിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നാളത്തെ എപ്പിസോഡ്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.